ഒരു കാര്യം കാണിച്ചു തരാവേ. ഇത് കണ്ടോ, മാവ് പൂത്തിരിക്കുന്നത്. ഇതിലെന്താ ഇത്ര പ്രത്യേകത എന്നുള്ളതായിരിക്കും ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നത് അല്ലെ? ഈ മാവ് ഒരുപാട് വർഷങ്ങൾ കൂടിയാണ് പൂക്കുന്നത്. കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഈ മാവ് പൂത്തത് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ആ ഒരു ടൈമില് ഞാൻ വളരെയധികം ഹാപ്പി ആയിരുന്നു. ഞാൻ എനിക്ക് അറിയാവുന്നവരോടൊക്കെ ഫോണിൽ വിളിച്ച് ഒരുപാട് കാലങ്ങളായിട്ട് പൂക്കാത്ത ഞങ്ങളുടെ മാവ് പൂത്ത് എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ അവരൊക്കെ എന്നോട് പൊതുവിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇത്ര ചെറിയ കാര്യമായിരുന്നു, ഞങ്ങൾ ഓർത്ത് ഏതാണ്ട് വലിയ കാര്യമാണ് പറയാനുള്ളത് എന്ന്. നമ്മുടെയൊക്കെ പൊതുവിലുള്ള ചിന്താഗതി ഇതാണ്. അതായത് ലൈഫിൽ വലിയ സന്തോഷങ്ങൾ ഉണ്ടാവുമ്പോൾ നന്നായിട്ട് എൻജോയ് ചെയ്യാം, അല്ലെങ്കിൽ ആ ഒരു ഹാപ്പിനെസ് മാക്സിമം സെലിബ്രേറ്റ് ചെയ്യാം എന്നുള്ളത്. പക്ഷെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ചെറിയ ചെറിയ കാര്യങ്ങളിലും സന്തോഷം കണ്ടെത്താനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോഴാണ് നമ്മുടെ ലൈഫ് എപ്പോഴും ഹാപ്പി ആയിട്ട് പോസിറ്റീവായിട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുന്നത്. അത് നമ്മൾ ഇഷ്ടമുള്ള ഒരു ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുന്നതിലാവാം, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളുമായിട്ട് അല്പം സമയം ചെലവഴിക്കുന്നതിലാവാം, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്ത് ആയിരിക്കുന്നതാവാം. എപ്പോഴും വലിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താം എന്ന് കരുതി നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ അങ്ങനെയുള്ള സന്തോഷങ്ങൾ തരുന്ന ആ ഒരു എക്സൈറ്റ്മെന്റ് വളരെ ഷോർട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ലൈഫിൽ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ശ്രമിക്കണമെങ്കിൽ ഇതുപോലുള്ള മൈക്രോ ജോയ്സ്, അതായത് ചെറിയ ചെറിയ സന്തോഷം തരുന്ന കാര്യങ്ങൾ കണ്ടെത്തി അത് എൻജോയ് ചെയ്യാൻ പറ്റും.